എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന യുവത്വമേ, നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആഖിറത്തില് ഓരോ മനുഷ്യരും കടന്നു വരുന്നത് 12 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗമായിട്ടാ. ജനങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ മഹ്ശറിലേക്ക് കടന്നു വരുന്നത് 12 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലായിട്ടായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് ഈ 12 വിഭാഗം ആളുകളെയും പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറയുകയാ, സ്വഹാബാ, അതിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരെന്നറിയോ? അവര് കണ്ണ് കാണാത്തവരാ. കണ്ണ് കാണാത്ത തപ്പിത്തടഞ്ഞാൻ അവർ മഹ്ശറിലേക്ക് കടന്നു വരുന്നത്. തീർന്നില്ല, അവരുടെ പല്ലുകളെല്ലാം താഴേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവരുടെ ചുണ്ടുകളുണ്ടല്ലോ, അതിങ്ങനെ താഴേക്ക് വന്ന് അത് നെഞ്ചിലേക്ക് വീണിട്ടുണ്ട്. മാത്രമല്ല, അവരുടെ ശരീരത്തിൽ നിന്നും ദുർനാറ്റം കടന്നു വരികയാ, രക്തവും ജലവും ഒഴുകിക്കൊണ്ടിരിക്കുകയാ. ഇത് കേട്ട സമയത്ത് സ്വഹാബിമാര് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, അവരാരാണ്? മൻഹും യാ ഹബീബല്ലാഹ്, അവരെന്ത് തെറ്റാണ് ചെയ്തത് നബിയേ? അവരെന്ത് കുറ്റമാണ് ചെയ്തത് നബിയേ? ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു, അവരാരെന്നറിയോ? ശാരിബുൽ ഖംറ, അവര് കള്ളു കുടിച്ചവരാ, അവർ മദ്യപാനികളാ, അവർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവരാ, അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നവരാ. അതുകൊണ്ട് എന്റെ ഉമ്മ, നമ്മുടെ മക്കളെ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ, നമ്മുടെ ഉപ്പ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. എന്റെ യുവാക്കളോട് പറയാനുള്ളത്, നമ്മളെ കാരണം നമ്മുടെ ഉമ്മയും വാപ്പയും അതാ ജനങ്ങളുടെ മുന്നിൽ നാണം കെടുന്ന ഒരു അവസ്ഥ നമ്മളെ കാരണം ഉണ്ടാക്കരുതേ എന്റെ പൊന്നുമക്കളെ. കാരണം എന്തെന്നറിയോ? നമ്മളും വലുതാവാനുള്ളവരല്ലേ, നമ്മളും കല്യാണം കഴിക്കാനുള്ളവരല്ലേ. അല്ലാഹു ഉദ്ദേശിച്ച അല്ലാഹു നമുക്ക് നല്ല മക്കളെ തരുമല്ലോ. ആ മക്കളും ഇതുപോലെ നമ്മളെയും വിഷമിപ്പിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നമ്മൾ നമ്മുടെ ഉമ്മയെയും വാപ്പയെയും വിഷമിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോ, നമ്മുടെ മക്കളും നമുക്ക് തന്നിട്ടേ നമ്മളെ വിടുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മോശപ്പെട്ട ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്, നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മനുഷ്യനാകുന്ന നമ്മൾ 6 ലോകങ്ങളിലൂടെയാ കടന്നു പോകുന്നത്. ഒന്നാമത്തെ ലോകം ഏതാ? ഒന്നാമത്തെ ലോകം എവിടെ? ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമാണ്. 2 പറ, ഇത് റേഡിയോ അല്ലട്ടോ, റേഡിയോ പരിപാടിയാണ്, ചുമ്മാ കേട്ടിരുന്നാ മതി, റേഡിയോ ഇല്ല. 2 ഇവിടെ ഉമ്മച്ചിയുടെ ഗർഭപാത്രം, ആലമുൽ അർഹാം, ഉമ്മാടെ ഗർഭപാത്രം. അല്ലോ അല്ലേ, അതൊരു വല്ലാത്ത ലോകമാണ്. എത്ര പറഞ്ഞാലും ഒരുപാട് പറയാൻ അതിലേക്ക് വരുന്നുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രം കാരുണ്യഗ്രഹമാണ്. അല്ലാഹു തആല റഹം എന്ന പദം 3 കാര്യത്തിനാണ് ഉപയോഗിച്ചത്. ഇതിന് 3 അർത്ഥമുണ്ട്. 1 കാരുണ്യം, 2 കുടുംബം, 3 ഉമ്മാടെ ഗർഭപാത്രം. ഈ 3 അല്ലെ, 3 നമുക്ക് വേണ്ടതാ. അള്ളാന്റെ കാരുണ്യം വേണം, കുടുംബം കാരുണ്യമാവണം. ഉമ്മാടെ ഗർഭാശയം പോലെ അല്ലെ. ഉമ്മച്ചി എങ്ങനെയാ മക്കൾ ഉണ്ടാകുമ്പോ ഒന്നൊന്ന് ചവിട്ടിയില്ലെങ്കിൽ ചവിട്ടുന്നില്ല, അപ്പൊ തന്നെ ബഹളമായി, ചവിട്ടുന്നില്ല, അവൻ ഇപ്പൊ നേരത്തെ ചവിട്ടിയതാണ്, പിന്നെ അങ്ങനെ ആക്കിയിട്ടൊന്നും വരുന്നില്ല. പിന്നെ കഞ്ഞിവെള്ളം കുടിക്കല്, പിന്നെ ORS കുടിക്കല്, എന്താ ഹാല്. അല്ലാഹ് എത്ര പറഞ്ഞാലും തീരില്ല ആ ഒരു അവസ്ഥ ഇൻഷാല്ലാഹ് പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, രണ്ടാമത്തെ ലോകം ആലമുൽ അർഹാം, മൂന്നാമത്തേത് ആലമുദ് ദുനിയ. ഈ ദുനിയാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് പറയാനുണ്ട്, മറ്റൊരവസരത്തിൽ പറയാം. എന്റെ മുഅ്മിനേ, ഇങ്ങനെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോ, അത് രോഗമാവട്ടെ, വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോകുന്നവരാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വരുന്നതാവട്ടെ, എന്തെങ്കിലും ഒരു മുസീബത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അള്ളാനെ കുറ്റം പറയാൻ നിൽക്കല്ലേ. എന്ത് പടച്ചോനാ, ഞാൻ എത്രയോ ദുആ ചെയ്തു എന്നിട്ടും എന്റെ രോഗം മാറുന്നില്ലല്ലോ. ഞാൻ എത്രയോ നിസ്കരിച്ചു എന്നിട്ടും എന്റെ അസുഖം മാറുന്നില്ലല്ലോ. ഞാൻ എത്രയോ സുന്നത്ത് നിസ്കരിച്ചു, സുന്നത്ത് നോമ്പ് പിടിച്ചു, എന്നിട്ട് എന്റെ ഭർത്താവിന്റെ രോഗം മാറുന്നില്ലല്ലോ. അതുപോലെ എന്റെ ഭാര്യയുടെ രോഗം മാറുന്നില്ലല്ലോ. നമ്മളൊക്കെ പരിഭവവും അതുപോലെ തന്നെ കുറ്റവും അല്ലാഹനെ പറയുന്ന സമയത്ത് എന്റെ ഉമ്മ, അല്ലാഹു പറയുകയാണ്, എന്തെങ്കിലും ഒരു പരീക്ഷണം ജീവിതത്തിൽ വരുന്ന സമയത്ത് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഹലീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന ആ സ്വർഗ്ഗത്തിലെ കൊട്ടാരം നമുക്കുണ്ടെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്. അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് മൂസാ നബിക്ക്, വഇദാ അൻഅംതു അലൈഹിം, എന്തെങ്കിലും ഞാൻ അവർക്ക് നന്മ ചെയ്താൽ, മക്കൾക്ക് ജോലി കിട്ടി, ഭർത്താവിന് ജോലി കിട്ടി, അല്ലെങ്കിൽ മക്കളില്ലാതെ വിഷമിച്ച് നമുക്കൊരു കുട്ടി ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടായാൽ, ശക്കറൂ, അവർ എന്ത് ചെയ്യും? നന്ദി ചെയ്യുന്നവരാ. ഒരു അൽഹംദുലില്ലാഹ് എങ്കിലും പറയുന്നവരാ. നമ്മളിപ്പോ അൽഹംദുലില്ലാഹ് പറയോ? നിസ്കാരം കഴിയുമ്പോൾ തന്നെ എഴുന്നേറ്റ് പോകും. പിന്നെ എന്താ അൽഹംദുലില്ലാഹ്? നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് പറയും, അൽഹംദുലില്ലാഹ് പറയും. അൽഹംദുലില്ലാഹ് ഒക്കെ പറയുമ്പോൾ മനസ്സറിഞ്ഞ് പറയണം. മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. കാരണം എന്തെന്നറിയോ? നമുക്ക് അല്ലാഹു നൽകിയ എത്രയോ അനുഗ്രഹങ്ങൾ അതില്ലാത്ത എത്രയോ ആളുകളുണ്ട്. നമുക്കൊക്കെ സ്വന്തമായി വീടുണ്ട്, വാടക വീട്ടിൽ കഴിയുന്ന എത്രയോ പേരുണ്ട്. നമുക്ക് സ്വന്തമായി വീടുണ്ട്, അല്ലെങ്കിൽ വാടക വീടുണ്ട്, വീടില്ലാതെ കടത്തിണ്ണയിൽ കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. എറണാകുളത്തേക്ക് വന്നാൽ അവിടെ മെട്രോ, അല്ലെ, ഓരോ മെട്രോയുടെ തൂണിന്റെ അടിയിലും ചാരത്തും തുകർത്ത് വിരിച്ച് പുതപ്പ് വിരിച്ച് കിടക്കുന്ന, മുണ്ട് വിരിച്ച് കിടക്കുന്ന എത്രയോ അത്താഴ പട്ടിണിക്കാരെ നമുക്ക് കാണാം. സ്വന്തമായി വീടില്ല, നല്ല ഭക്ഷണമില്ല. അൽഹംദുലില്ലാഹ്, ഞാനിന്ന് നല്ല ഭക്ഷണം കഴിച്ചു. ഞാൻ ഈ ഭക്ഷണം കഴിച്ചിട്ട് പറയുന്ന സമയത്ത് എത്രയോ ആളുകളാണ്, ലോകത്ത് എത്രയോ ആളുകളാണ്. ഇന്ത്യയിൽ തന്നെ 3 കോടി മനുഷ്യർ, ഇന്നത്തെ രാത്രി 3 കോടി മനുഷ്യരാണ് കഴിക്കാൻ ഭക്ഷണം നല്ലത് കിട്ടാതെ, ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുന്നതെന്നാണ്. 3 കോടി. അല്ലാഹ് അൽഹംദുലില്ലാഹ്, നമുക്കൊക്കെ എത്രയോ ഭാഗ്യമാണ്, നല്ല ഭക്ഷണമുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്നത്, അല്ലാഹു നമുക്ക് എന്ത് നൽകിയിട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് പറയണം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്റെ സുഹൃത്തിന്റെ വാപ്പ തിരുവനന്തപുരം RCCയിലെ ക്യാൻസർ റീജിയണൽ സെന്റർ അവിടെ ചെന്ന്, അവിടെ ഒരു ചികിത്സാർത്ഥം ആ വാപ്പയെ കാണാൻ വേണ്ടി പോയ സമയത്ത്, പോകുന്നത് വെള്ള ജുബ്ബയും മുണ്ട കൊടുത്താ പോകുന്നു. അപ്പൊ കണ്ടാൽ ഒരു മുസ്ലിയാരുടെ ലുക്കുള്ളത് കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ വെച്ച് ഓടി വന്നു. ഒരു ചെറുപ്പക്കാരനായ ആള്, ഒരു സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം, എന്റെ വാപ്പക്ക് വേണ്ടി ദ്വാരക്കണം. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ദ്വാരക്കാം. എന്താ വാപ്പക്ക് പറ്റിയത്? എന്റെ വാപ്പ 6 മാസമായി RCCയിൽ കിടക്കുകയാണ്. 6 മാസമായി RCCയിൽ കിടക്കുകയാണ്. ഡോക്ടർമാര് പരിശോധനയോടുകൂടി ബ്ലഡ് എടുക്കുന്നു, മൂത്രമെടുക്കുന്നു, അതുപോലെ മറ്റ് ടെസ്റ്റുകൾ നടത്തുന്നു. എന്താണ് അസുഖം എന്നറിയില്ല. വാപ്പ എന്ത് കഴിച്ചാലും അപ്പൊ തന്നെ ഛർദിച്ച് അത് രക്തത്തോടു കൂടിയാ ഛർദിക്കുന്നത്. ബ്ലഡ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് അതിനെ ടെസ്റ്റ് അയച്ചിട്ടുണ്ട്. ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം. 6 മാസമായി എന്റെ വാപ്പ എന്തെങ്കിലും ഈ വായ കൊണ്ട് കഴിച്ചിട്ട് കുടിച്ചിട്ട് 6 മാസത്തോളം ട്യൂബിലൂടെ ഒരു ദ്രാവകം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക ശരീരത്തിലൂടെ. കാരണം ഒന്നും കഴിക്കാൻ പറ്റും, അപ്പൊ തന്നെ ഛർദിക്കും. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഞാൻ പതിയെ ചോദിച്ചു, മൂപ്പര കോലം കണ്ടപ്പോ ചോദിച്ചു, പൈസയൊക്കെ എങ്ങനെയാ? എന്റെ പൊന്നുസ്താദെ, എന്റെ വാപ്പ ആരെന്നറിയോ? കോട്ടയം ജില്ലയിലെ അറിയപ്പെട്ട വ്യാപാരിയാണ്. ഞങ്ങൾക്ക് ഒരു മാസം 3 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് വാടക ഇനത്തിൽ കിട്ടും. പൈസ ഒന്നും പ്രശ്നമല്ല ഉസ്താദെ, പൈസ ഒന്നും പ്രശ്നമല്ല. അല്ലാഹു വാരിക്കോരി തന്നിട്ടുണ്ട്. പക്ഷേ പൈസയേക്കാൾ ഏറ്റവും വലുത് ആരോഗ്യമാണല്ലോ, അല്ലാഹു തന്ന അനുഗ്രഹമാണല്ലോ. അതുകൊണ്ട് ഉസ്താദെ നിങ്ങളൊന്ന് ദുആരക്കണം. അവിടെ പൈസയല്ല പ്രശ്നം, ആരോഗ്യമാണ്. നമുക്കൊക്കെ അല്ലാഹു ആരോഗ്യം തന്നു. അല്ലാഹു നമുക്ക് ആരോഗ്യമുള്ള, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. RCCയിൽ ചെല്ലണം. കണ്ണിന്റെ പോളയിൽ ക്യാൻസർ വന്നവരുണ്ട്. കണ്ണിങ്ങനെ തുറിഞ്ഞ്, പുറത്തേക്ക് ഇങ്ങനെ തള്ളി വന്നിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നു. കണ്ടാൽ പേടിയാകും.
അതുപോലെ മലദ്വാരത്തിൽ ക്യാൻസർ, അതായത് ഇങ്ങനെ അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ ചുരുണ്ട് കിടക്കുകയാണ്. തൊണ്ടയിൽ ക്യാൻസർ, കവളിൽ ക്യാൻസർ, മൂക്കിന്റെ ഉള്ളിൽ ക്യാൻസർ. അല്ലാ അല്ലാ അല്ലാ, ആ ഒരു അസുഖം ആർക്കെല്ലാം വന്നിട്ടുണ്ടോ പടച്ചവനെ എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാ. ആ രോഗം വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ആ രോഗാണു ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അത് നീ ശിഫയാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, നമ്മളെപ്പോഴും അല്ലാഹുവിനോട് നന്ദിയുള്ളവരായി മാറണം. എത്രയോ അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു സ്വഹാബി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടിയാ ദുആ ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയാ നബിയേ ഞാൻ ദുആ ചെയ്യേണ്ടത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ദുആയുണ്ട്. എന്റെ ഉമ്മമാരെ പഠിച്ചു വെച്ചോ, എന്റെ ഉപ്പമാരെ പഠിച്ചു വെച്ചോ. നമ്മൾ എപ്പോൾ ദുആ ചെയ്താലും ഈ ദുആ നമ്മൾ ഉൾപ്പെടുത്തണേ. ഏതാണ് ആ ദുആ? നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, നിങ്ങൾ എപ്പോൾ ദുആ ചെയ്താലും ഈ ഒരു ദുആ നിങ്ങൾ ആഡ് ചെയ്യണേ. ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. ചെറിയൊരു ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. അർത്ഥം പറഞ്ഞുതരാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, നിശ്ചയമായും ഞാൻ, അസ്അലുക, നിന്നോട് ചോദിക്കുകയാണ്, അൽ അഫ്വ, എന്റെ പാപങ്ങൾ പുറത്തു തരണം. അല്ലേ, പാപങ്ങൾ പൊറുക്കണം, തെറ്റുകൾ പൊറുക്കണം. അതോടൊപ്പം തന്നെ വൽ ആഫിയ, എന്റെ ശരീരത്തിന് നീ ആരോഗ്യം തരണം. മരിക്കുന്ന സമയത്ത് ആരും പറഞ്ഞു തരാതെ എനിക്ക് സ്വന്തമായി കലിമ പറയാൻ പറ്റണം. എന്റെ നാവിനൊരു കുഴപ്പവും ഉണ്ടാവരുത്. മരിക്കുന്നതിന് മുമ്പ് അവസാന വഖ്തും അല്ലാഹ് എനിക്ക് നിന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിസ്കരിക്കണം. നിസ്കാരം ഖളാ ആക്കാൻ പറ്റാത്ത, നിസ്കാരം ഖളാ ആക്കേണ്ടി വരുന്ന ഒരവസ്ഥ എനിക്ക് തരരുത്. ആരോഗ്യം വേണം. എന്റെ മകൻ, എന്റെ മക്കള് എന്നെ നോക്കി ഈ വാപ്പ എന്താ മരിക്കാത്തത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരെ നീ എത്തിക്കരുത്. അല്ലേ, അങ്ങനെ നമ്മൾ ദ്വാരക്കണം. അല്ലാഹ് ആഫിയത്ത് തരണേ അല്ലാ, ആരോഗ്യം തരണേ അല്ലാ. അപ്പൊ ഈ ദുആ പഠിച്ചു വെച്ചോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. രണ്ട് ദുആ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ആദ്യത്തെ ദുആ നമ്മൾ പറഞ്ഞു, അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. ഇപ്പോ പറഞ്ഞ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ദുആ ചെയ്യണം. ഇന്ന് കേരളത്തിൽ ഇപ്പോ അല്ലെ, നമ്മുടെ മഹല്ലിൽ ഇപ്പോ ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിലെന്നല്ല പലവിധ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, അതുപോലെ വടക്ക് ഭാഗത്ത്, തെക്ക് ഭാഗത്ത്, കേരളത്തിന്റെ പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് ചെറുപ്പക്കാരികള് ജോലി ആവശ്യാർത്ഥം വരുന്ന ഒരു സ്ഥലമാണ് ഇൻഫോ പാർക്കിന്റെ, അല്ലെ, ആ ഒരു ഏരിയയാണ്. ഒരുപാട് നമ്മുടെ ചെറുപ്പക്കാര് വഴിതെറ്റി പോവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. പോലീസ് വണ്ടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാ. ആരാണ്, എവിടെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത്, അല്ലെ, കള്ളുപയോഗിക്കുന്നത്? കേരളത്തിൽ 3,34,00,000 ജനങ്ങളാണ്. കേരളത്തിലെ കണക്കാ പറയുന്നത്. ഒരു വർഷം 50 കോടിയിലധികം പൈസയുടെ മദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ കുടിച്ചു തീർക്കുന്നതെന്നാണ്. ഓണവും ക്രിസ്മസും ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളെ കണക്കാ പറയുന്നത്. റോഡ് അപകടങ്ങളിൽ 60%, കുടുംബ കലഹങ്ങളിൽ 85%, കൊലപാതകങ്ങളിൽ 45% ഇന്ന് കള്ളുകുടി കൊണ്ടാണ് വരുന്നതെന്ന് റിപ്പോർട്ടുകൾ വരികയാണ്. മദ്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഭീകരമാണ് മയക്കുമരുന്നുകൾ. ഡ്രഗ്സ്, കഞ്ചാവുണ്ട്, MDMA, ഹെറോയിൻ, കൊക്കൈൻ, ചരസ്, ഹാൻസ്, ഹാഷിഷ്, ബ്ലാക്ക്, കറുപ്പ്, എത്രയോ പേരുകളാണ്. ഇതൊക്കെ നമ്മൾ പറയുന്ന പേരാട്ടോ. നമ്മൾ പറയുന്ന പേരാണ് കഞ്ചാവ്, MDMA എന്നൊക്കെ. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഐറ്റം അങ്ങനെയൊക്കെ പറയുന്നത്. ചില പേരുകൾ ഐറ്റം ഉണ്ട്, അല്ലെങ്കിൽ S ഉണ്ട്, സാധനമുണ്ട്, അങ്ങനെയൊക്കെ പറയുള്ളൂ. നമുക്കൊന്നും മനസ്സിലാവില്ല. തുള്ളിയുണ്ട്, ഒരു തുള്ളിക്ക് 2,500 രൂപയാണ്. അതൊന്ന് നാക്ക് നീട്ടിയിട്ട് നാക്കിലേക്ക് ഇറ്റിക്കും. അതങ്ങോട്ട് ചെന്നാ എന്റെ ഉസ്താദേ പിന്നെ സ്വർഗം.
കയ്യിൽ ഇങ്ങനെ പോറൽ വരുത്തും, കാലിന്റെ പുറകിൽ ബ്ലേഡ് കൊണ്ട് പോറും. അതിൽ ഒരു എന്താ പറയാ, നമ്മളിപ്പോ പൊട്ടിയാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൊട്ടിയാൽ നമ്മൾ ബാൻഡേഡ് ഒട്ടിക്കുന്നത് പോലെ അവിടെ ഒട്ടിച്ചു വെക്കും. സ്റ്റാമ്പുണ്ട്, നാക്കിന്റെ ഉള്ളിൽ ഒട്ടിച്ചു വെക്കും. രഹസ്യഭാഗങ്ങളിൽ അതുപോലെ തന്നെ മുറിവുണ്ടാക്കിയിട്ട് അവിടെയും ഇറ്റിക്കുന്ന മരുന്നുകളുണ്ട്. പുകയുണ്ട്, പുക. മലപ്പുറം ജില്ലയിലെ അവിടെയുള്ള ഹത്തീബ് പറഞ്ഞതാ. അവിടെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയ സമയത്ത് ആ മഹല്ലിലെ ഹത്തീബ് പറഞ്ഞ, ഉസ്താദെ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹല്ലിൽ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയോ? കുറച്ച് കുട്ടികൾ 7ാം ക്ലാസ്, 6ാം ക്ലാസ്, 8ാം ക്ലാസ് ഈ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ സ്കൂളിൽ നിന്നും രക്ഷിതാക്കളെ വിളിച്ചിട്ട് ഭയങ്കര പ്രശ്നമായി. എന്താ പ്രശ്നമായത്? കാരണം എന്താണ്? ഇതിൽ ഓരോ കുട്ടിയും വീട്ടിൽ നിന്ന് വരുമ്പോ ഓരോ ബോട്ടിൽ കൊണ്ടുവരും. ആ ബോട്ടിലിൽ, ആ കുപ്പിയില് ഓരോ ഹോളുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഹോള്. അപ്പൊ ടീച്ചർ കണ്ടപ്പോ ചോദിച്ചു, എന്താ മോനെ ഇത് ഞങ്ങൾക്ക് വെള്ളം നിറക്കാൻ. വെള്ളം നിറക്കാൻ എന്തിനാ ഹോൾ? എന്തിനാ ഹോൾ? ഉണ്ടെങ്കിൽ വെള്ളം പോവില്ലേ? ഇവന്മാരിങ്ങനെ പരുങ്ങുന്നത് കണ്ടപ്പോ ഇവന്മാരെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു. ഓഫീസ് റൂമിൽ വിളിച്ചിട്ട് ചോദിച്ചു, സത്യം പറയടാ, എന്താണ് ഈ സംഭവം? എന്താണ്? എല്ലാവരുടെയും ഒരേപോലത്തെ കുപ്പിയാണ്. അപ്പൊ പല ബിരുദന്മാരും പറഞ്ഞു, ടീച്ചറെ ഇത് ഞങ്ങൾക്ക് ചെടി വളർത്താനാണ്. ഇവിടെ ചെടി വളർത്താൻ എന്താ ഇങ്ങനെ ഹോൾ ഇട്ടിരിക്കുന്നത്? അതങ്ങനെ സത്യം പറയാന്ന് ഒറ്റ ദേഷ്യപ്പെടൽ. അപ്പൊ അതിൽ ഒരുത്തം പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ടീച്ചറെ ഈ കുപ്പി എടുക്കണ്ടെന്ന്. ആ പറ മോനെ, എന്താ പ്രശ്നം? ടീച്ചറെ അതിലൊരുത്തം പറയുന്നു, ടീച്ചറെ ഞങ്ങൾ 7 പേരുണ്ട്. 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, ഈ 3 സ്റ്റാൻഡേർഡിലെ 7 കുട്ടികൾ. ഞങ്ങൾ എന്ത് ചെയ്യും? വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോ ഈ കുപ്പി കയ്യിൽ കരുതും. വീട്ടിലേക്ക് കുപ്പി കൊണ്ടുപോകില്ല, വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒളിപ്പിച്ചു വെക്കും. എന്നിട്ടോ നമ്മുടെ സ്കൂളിന്റെ പുറകിൽ ഒരു ഒഴിഞ്ഞ കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലേക്ക് ഞങ്ങൾ സ്കൂൾ വിട്ട് പോകുമ്പോ അവിടെ കയറും. അപ്പോഴൊരു ചേട്ടൻ ബൈക്കിന് എന്നും പറഞ്ഞു വന്നിട്ട് ഞങ്ങൾക്കൊരു സാധനം തരും. ആ സാധനം ഞങ്ങൾ ഒരു വെളുത്ത പൊടിയാണ്, ഞങ്ങൾ ആ കുപ്പിയിലേക്ക് ഇടും. എന്നിട്ട് ലൈറ്റർ വെച്ച്, ആ ചേട്ടൻ തന്നെ ലൈറ്റർ വെച്ച് ആ കുപ്പിയുടെ അടിയിൽ വെച്ച് ഇങ്ങനെ ചൂടാക്കും. അപ്പൊ ആ ഹോളിലൂടെ ഇങ്ങനെ പുക പോകും. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂടി നിന്നിട്ട് അതിങ്ങനെ ഞങ്ങളുടെ മൂക്കിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ എന്റെ ടീച്ചറെ എന്താ ഹാല്! ആരാ പറയുന്നത്? 32 വയസ്സുള്ള ഉപ്പാപ്പയോ 42 വയസ്സുള്ള ഉപ്പാപ്പയോ ഒന്നും അല്ല. 5 മുട്ട പോലും ഇരിക്കാത്ത നമ്മൾ പറയില്ല സാധാരണ. 5, 6, 7 വയസ്സ് അല്ലെ? 5ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അല്ലാ, നമ്മുടെ കുട്ടികളോ എന്റെ മകൻ അങ്ങനെ നേരെ വാ എന്ന് നമ്മൾ കാണുന്നു. പക്ഷേ നമ്മുടെ കുട്ടികളെ സംശയിക്കണമെന്നല്ല പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കൽ നല്ലതാണ്.